ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പം അതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ്ഡ് വെള്ളിയുള്ളി, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ നമുക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്, പിന്നെ ബട്ടറാണ് അൺസോൾട്ടഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ബ്രെഡ്, പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. അപ്പോൾ ഞാൻ ഈ ഐറ്റംസൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ ചിക്കൻ ജസ്റ്റ് കുരുമുളക് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വേവിച്ച് വെച്ച് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്ത ചിക്കനാണിത്. മല്ലിയില, ജസ്റ്റ് ഒരു പാൻ എടുക്കുക, അതിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെല്ലുള്ളി ഇട്ട് കൊടുക്കുക. എല്ലാം കുഞ്ഞിതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി സോട്ട് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ചോപ്പറിലിട്ടൊന്ന് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. 3 പച്ചമുളകും ക്യാരറ്റും ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് സോട്ട് ചെയ്തിട്ടാൽ മതി. കുഞ്ഞ് അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊപ്പം തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പീസ് മാഗി ക്യൂബ്, അപ്പോൾ ആദ്യം ഇടുന്നുള്ളൂ. ഓൾറെഡി മാഗി ക്യൂബിൽ സോൾട്ട് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി സോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് മസാലാസാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ഒന്നുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലസ് നന്നായി സോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുൾ ചിക്കനും ഇട്ടിട്ട് ആ ചിക്കനും മസാലാസും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡിലേക്ക് സ്റ്റഫ് ചെയ്യേണ്ട മസാല മിക്സ് റെഡി ആയിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ബ്രെഡ് എടുത്ത് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും മയണൈസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മസാല ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസും സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് നമ്മൾ ടോസ്റ്ററിൽ നിന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഞാൻ ബട്ടർ വെച്ചിട്ടാണ് ടോസ്റ്റ് ചെയ്യുന്നത്. പാനാണുള്ളതെങ്കിൽ പാനിൽ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് യമ്മി ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി ചീസ് പുള്ള് കാണിച്ചിട്ട് വേണ്ടി ജസ്റ്റ് ഒന്ന് പുള്ളി നോക്കിയതാണ്, പക്ഷെ കൈ പൊള്ളിപ്പോയി. പിന്നെ രണ്ടാമത് ഞാനൊന്ന് ചീസ് പുള്ളൊക്കെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചൂടാറിന് ശേഷം കാണിച്ചു തരുന്നതാണിത്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. പെട്ടെന്നൊക്കെ നമുക്ക് ഡിന്നറിനായിട്ട് ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പം എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.